മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വീട്ടിൽ നിന്നും കുടിയിറക്കാൻ ശ്രമിക്കുന്നതായി ആക്ഷേപം. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മാട്ടുകെട്ട വില്ലേജ് ഓഫീസിന് സമീപം താമസിക്കുന്ന തോപ്പിൽ മോൻസി ചാക്കോ, പുത്തൻവിള സനിത ഷാജി, വാലയിൽ മിനി അശോകൻ എന്നിവരാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. 10 ചെയിനിൽപ്പെട്ട സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. റോഡ് വീതികൂട്ടലിന്റെ ഭാഗമായി PWD മണ്ണെടുത്തുപോയ സ്ഥലത്ത് താമസിക്കുന്ന തങ്ങളുടെ വീട് ഒഴിയണമെന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. സമാനമായി റോഡ് പുറമ്പോക്കിലുള്ള വൻകിടക്കാരെ ഒഴിവാക്കിയാണ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ളവരെ ഒഴിപ്പിക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നത്. തങ്ങളുടെ വീട് ഒഴിവാക്കിയാൽ ഇതിന് പിന്നിലുള്ള സ്വകാര്യ വ്യക്തിക്ക് പ്രധാന പാത വീടിന് മുന്നിൽ വരുമെന്നതും ഒഴിപ്പിക്കലിന് കാരണമാണെന്ന് ഇവർ പറയുന്നു. ഈ മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് മാട്ടുകെട്ട കൊൽപ്പാല ഭാഗത്തെ മണ്ണെടുക്കുകയും അതിൽ വില്ലേജ് ഭാഗത്തെ മണ്ണെടുത്ത് റോഡിന് ആവശ്യമായ വീതി എടുത്തു പോവുകയും സംരക്ഷണ ഭിത്തി കെട്ടുന്നതിൻ്റെ ഭാഗമായി തുടർ നടപടികളുമായി PWD പോയ സമയത്ത് പഞ്ചായത്തിൻ്റെ ഒത്താശയോടെ കുറേ സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രം അവിടുത്തെ പണികൾ തടയുകയും വീതിയില്ല എന്ന പേരിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ ആവശ്യത്തിനുള്ള വീതി എടുത്തു പോയിട്ടുള്ളതാണ്. സ്വകാര്യ വ്യക്തികൾക്ക് ഈ 3 വീടുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ അതിൻ്റെ പിന്നിലുള്ള സ്വകാര്യ വ്യക്തിക്ക് ഫ്രണ്ടേജ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പഞ്ചായത്തിന്റെ ഒത്താശയോടെ ഈ പരിപാടി നടന്നിരിക്കുന്നത്. അപ്പം നിർബന്ധമായിട്ടും 3 സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പം പഞ്ചായത്ത് നിർബന്ധിതമായിട്ടും PWDക്ക് ആവശ്യമായ സ്ഥലം അവർ എടുത്തു പോയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പം വീണ്ടും ആ 3 വീടുകൾ മാത്രം ടാർഗറ്റ് ചെയ്ത് ആ 3 വീടുകൾ മാത്രം ഒഴിപ്പിച്ചാൽ മതി എന്ന് പറയുന്നത്. ബാക്കി ഞങ്ങളുടെ ഇടവും മല ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും മുമ്പിലും പുറകിലും ഞങ്ങളുടെ ഒപ്പമുള്ള എല്ലാ വീടുകൾക്കും സംരക്ഷണ ഭിത്തി പണിത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മാത്രമാണ് പൂർണ്ണമായിട്ട് ഇവർ തഴയുന്നത്. അതുപോലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെ നമ്മുടെ അയൽവാസികളാണ്. അതായത് അവരും ഇതേ സ്ഥലത്ത് തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ് ഇവരും താമസിക്കുന്നത്. അപ്പൊ അവർക്ക് എടുത്തു പോയ പോലെ തന്നെ വീതിയാണ് നമുക്കും എടുത്തു പോയിട്ടുള്ളത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടെ 4 വീട് തന്നെന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AL സതീശൻ ഇവിടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിനകത്ത് സത്യസന്ധമായിട്ടുള്ള രേഖകൾ എനിക്ക് AL സതീശൻ തരണം. 4 വീട് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പഞ്ചായത്തിന്റെ അഴിമതി. അപ്പൊ ആ 4 വീടിനകത്ത് ഒരു വ്യക്തിക്ക് 4 വീട് തന്നെങ്കിൽ തന്നെ അത് തന്നെ പഞ്ചായത്തിന്റെ ഒരു അഴിമതിയാണ്. അതിനകത്ത് 4 വീട് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരുൾപ്പെടെ എന്നോട് കൈക്കൂലിയും മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ള എനിക്ക് സകലമാന രേഖകളും ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AL സതീശൻ എന്നെ കാണിക്കണം. അവര് പറയുന്നു 4 വീട് കിട്ടിയിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. എനിക്ക് തന്നിട്ടുണ്ടെന്നും എനിക്ക് 2 വാഹനങ്ങളുണ്ടെന്നും പറയുന്നുണ്ട്. ഞാൻ SC/ST യിൽപ്പെട്ട ആളാണ്. എനിക്കൊരു 20 വർഷം മുമ്പ് ഒരു വീട് തന്നിട്ടുണ്ട്. 20 വർഷം മുൻപ് 10 സെന്റ് അല്ല 3 സെന്റ് സ്ഥലം. ലൈഫിൽ ലഭിച്ച വീടുൾപ്പെടെ ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒഴിയാൻ ആവശ്യപ്പെട്ട വീടിന് എതിർഭാഗത്ത് സർവീസ് സ്റ്റേഷൻ അടക്കമുള്ള നിർമ്മിതികളെ കണ്ടില്ലെന്ന് നടിക്കുന്നതായും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.